നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും കണ്ടിരിക്കും അല്ലേ? വിഷയം എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അന്നജം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമോ, അന്നത്തിൽ അന്നജം ആകാമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. The topic that we are going to discuss today is whether we can have carbohydrates in our food. Which all carbohydrates can be included in the food, and what is the criteria that we should follow to include a carbohydrate-rich food in our diet. Okay, Abhishrama. Yes, good afternoon. Good afternoon. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, ഇന്ന് നമ്മൾ ഇന്നലെ ഫാറ്റിനെ കുറിച്ചാണ് അല്ലേ, കൊഴുപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. അപ്പോൾ കൊഴുപ്പിനെ കുറിച്ചും അന്നജത്തിനെ കുറിച്ചും അതുമല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും വളരെ വലിയ തെറ്റിദ്ധാരണകൾ നമ്മളുടെ പൊതുസമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എസ് ലക്ഷ്മി, നമസ്കാരം. വലിയ തെറ്റിദ്ധാരണകൾ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഈ തെറ്റിദ്ധാരണകൾ? ഒന്ന്, ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് അതുമല്ലെങ്കിൽ അന്നജം കഴിക്കാനേ പാടില്ല, ഇത് കഴിച്ചാൽ ശരീരത്തിൻ്റെ ഭാരം ഇരട്ടിക്കും, അതുമല്ലെങ്കിൽ അന്നജമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നത് ഇതൊന്നുമല്ല, കൊഴുപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അല്ലേ. ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞു എന്തുകൊണ്ട് കൊഴുപ്പ് പൂർണ്ണമായും ഒഴിവാക്കരുത്. ഇന്നും ഞാൻ എൻ്റെ ഒരു രീതി, അതുമല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, ആരോഗ്യ പ്രത്യയശാസ്ത്രം, ഒന്നിനെയും ഒഴിവാക്കരുത്. ഹോൾ ഇൻക്ലൂസീവായി ഹോളിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെ കാണാൻ. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ മതതീവ്രവാദം പോലെ ഭക്ഷണത്തിൽ തന്നെ ഈ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും അല്ലേ. എന്തെല്ലാമാണ് മാക്രോ ന്യൂട്രിയൻസ്? ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ച് ഇത് മാത്രം കഴിച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് എന്ന ഒരു വാദം ചിലരെങ്കിലും, എസ് ജിതേഷ് ഗുഡ് ഈവനിങ്, ചിലരെങ്കിലും ഇത് ഉയർത്തുന്നുണ്ട്. ഇത് തെറ്റായ ഒരു രീതിയാണ്. ഇതല്ല ആരോഗ്യത്തിന് വേണ്ടത്. സമതുലിതമായ ഒരു നീക്കമാണ് നമുക്ക് നല്ല ആരോഗ്യം കാത്ത് സംരക്ഷിക്കാൻ എപ്പോഴും വേണ്ടത്. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റിലേക്ക് വരാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് യഥാർത്ഥത്തിൽ 4 തരത്തിൽ നമുക്ക് വേർതിരിക്കാവുന്നതാണ്. ഒന്ന്, സിമ്പിൾ ഷുഗേഴ്സ്, അതുമല്ലെങ്കിൽ പ്രധാനമായിട്ടും 2 രീതിയിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ വേർതിരിക്കാം. ഒന്ന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, 2 കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഇത് മാത്രം മനസ്സിൽ വയ്ക്കുക. അതായത് നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, അതുമല്ലെങ്കിൽ സിമ്പിളായ അന്നജം എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഊർജ്ജ സ്വാംശീകരണത്തിന് കാരണമാവുകയും ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ കാരണമാവുകയും ചെയ്യുന്നവയാണ്. അതുകൊണ്ട് കഴിയുന്നതും ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, പ്രത്യേകിച്ച് അത് പല രീതിയിൽ ഉള്ള സംസ്കരണത്തിന് വിധേയമായി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഷുഗറുകളാണെങ്കിൽ, പഞ്ചസാരകളാണെങ്കിൽ അവയെ ഒഴിവാക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവയെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ, അതുമല്ലെങ്കിൽ സ്വാംശീകരിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ വേണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ. അപ്പോൾ ഇനി ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ചെറിയ ട്രാൻസ്ലേഷൻ പറഞ്ഞ ശേഷം നമുക്ക് മലയാളത്തിൽ തുടരാം. സോ വി were discussing whether carbohydrates should be excluded from the food. There are so many people who stick on this claim, stick on to this claim, like carbohydrates should be completely avoided. And just like religious fanaticism, there are now fanatics in the dietetics section also. Some people do swear by protein-rich diet, others do stand by the fat-rich diet, and some others stand by the carbohydrate-free diet. So which one we should follow for a healthy life? I would advise you to follow a balanced diet. No exclusions, no over-inclusions. There is a dietary recommendation for all these macronutrients. What are these macronutrients? It is fat, the proteins, as well as fats, proteins and carbohydrates. So don't exclude anything and don't over-include anything. Go in a balanced way. You can surely live a healthy and balanced life.
So when you think about the carbohydrates that we take, two things you should keep in mind. One, there are some carbohydrates which are termed the simple carbohydrates, and the other one, they are the complex carbohydrates. Try to avoid simple carbohydrates, carbohydrates which are made artificially, like white sugar and brown sugar. These sort of things it is better to avoid. And on the other side, the complex carbohydrate, these should be included in the diet. These should be consumed more because they are very slowly absorbed into our bloodstream, and so it doesn't lead to a spike in the glucose levels, a spike in calories immediately in the body. So this is what we should keep in mind. അപ്പോൾ ഈ പറഞ്ഞ 4 തരത്തിലാണ് അന്നജം അതുമല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ശരീരത്തിലുള്ളത്. എന്തെല്ലാമാണ് കാർബോഹൈഡ്രേറ്റ് 4 തരത്തിൽ എന്ന് പറയുമ്പോൾ? ഒന്ന് ഷുഗർ, സാധാരണ അറിയാവുന്ന പോലെ പഞ്ചസാര എന്ന് നമുക്ക് പറയാം. ഈ പഞ്ചസാര തന്നെ 2 തരത്തിൽ, മോണോസാക്കറൈഡും അതുപോലെ തന്നെ ഡൈസാക്കറൈഡ്. ഈ മോണോസാക്കറൈഡ് ആണ് നമ്മൾ സാധാരണമായി നമ്മൾക്ക് കേൾക്കുന്ന ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇങ്ങനെയുള്ള പഞ്ചസാരകൾ. ഇതെല്ലാം തന്നെ മോണോസാക്കറൈഡ്സ് ആണ്. ഇനി ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പഞ്ചസാരകൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഈ പഞ്ചസാരയുടെ തന്മാത്രകളെയാണ് നമ്മൾ ഡൈസാക്കറൈഡ് എന്ന് പറയുക. അതിനുദാഹരണമാണ് ഈ പറഞ്ഞ ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നിട്ടുണ്ടാകുന്ന പഞ്ചസാര, അതേപോലെ തന്നെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നിട്ടുണ്ടാകുന്ന സുക്രോസ്. ഇങ്ങനെ പല ഉദാഹരണങ്ങൾ ഇവയിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷുഗർ എന്ന് കേൾക്കുമ്പോഴേക്കേ പേടിച്ച് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കഴിയുന്നതും വൈറ്റ് ഷുഗർ, നമുക്കറിയാം ഈ പറഞ്ഞ നമ്മൾ സാധാരണമായി കഴിക്കുന്ന പഞ്ചസാര, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചസാരകൾ, അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും അധികം ഈ പറഞ്ഞ ഈ ഡൈസാക്കറൈഡും അതുമില്ലെങ്കിൽ മോണോസാക്കറൈഡും അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ് പ്രത്യേകിച്ച് ക്യാൻഡായിട്ട് വരുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ, അല്ലേ? ഇത് കുറേ കാലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവയിലെല്ലാം പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ വരുന്ന ബോട്ടിൽഡ് ആയിട്ടുള്ള പാനീയങ്ങൾ, ഇവയെല്ലാം കഴിയുന്നത്ര, ജ്യൂസുകളാണെങ്കിൽ പോലും ഇവയെല്ലാം കഴിയുന്നത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഷുഗറിൻ്റെ കാര്യത്തിൽ വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഷുഗർ ഈസ് ഓഫ് 2 types. One is the monosaccharide and the other one is the disaccharide. Monosaccharide sugar, we can give examples like glucose, fructose, galactose and all. And for the disaccharides, the best example is sucrose, which is made from glucose and fructose. The combination of glucose and fructose is called sucrose. So when we keep the sugar part in our mind, one thing that we should always follow, try to avoid artificial sweeteners and any food items which have been added with artificial sweeteners. What are they? Especially bottled drinks, and even if they are coming as juices, try to avoid. And also the white sugar, brown sugar, these sort of things, if we can avoid, that will be better, because the sugar level, when we consume these sort of sugars, it will lead to a spike in the blood sugar level, and also it can lead to addition of calories in our body. So it is better to avoid sugars, especially artificially manufactured sugars, to the maximal extent possible. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ വരുന്നത് സ്റ്റാർച്ചാണ്. എന്താണ് ഈ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, അല്ലേ? സ്റ്റാർച്ച് യഥാർത്ഥത്തിൽ പോളിസാക്കറൈഡ് എന്നാണ് പറയുക. അതായത് 10ന് മുകളിലായി ഷുഗറിൻ്റെ, അതുമല്ലെങ്കിൽ പഞ്ചസാരകളുടെ തന്മാത്രകൾ, ഷുഗർ മോളിക്യൂൾസ് ചേർന്നുണ്ടാകുന്നതാണ് പോളിസാക്കറൈഡ്സ്. ഇങ്ങനെ ഈ പോളിസാക്കറൈഡ് ആയ സ്റ്റാർച്ചിൻ്റെ ഗുണമെന്താണ്? ഇത് ശരീരത്തിൽ പതുക്കെയാണ് ഷുഗറിനെ അപേക്ഷിച്ച്, സാധാരണമായ ഞാൻ നേരത്തെ പറഞ്ഞ മോണോസാക്കറൈഡിനെയും ഡൈസാക്കറൈഡിനെയും അപേക്ഷിച്ച് ഈ പോളിസാക്കറൈഡ് എന്നുള്ള സാധനം, അതുമല്ലെങ്കിൽ ഈ സ്റ്റാർച്ചിലുള്ള പോളിസാക്കറൈഡ്, ഈ പോളിസാക്കറൈഡ് വളരെ സ്ലോ ആയിട്ടാണ് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പൊട്ടാറ്റോ, അല്ലേ? ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ചുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ കഴിക്കാമോ? തീർച്ചയായും പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള സ്റ്റാർച്ചാണ്. ഇത് നമ്മളുടെ ഗ്ലൈസീമിക് ലോഡും ഗ്ലൈസീമിക് ഇൻഡെക്സും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രത്യേകം അതിലേക്കൊന്ന് പോവുക. ഡയബറ്റിക്സിന്
കാർബോഹൈഡ്രേറ്റ് കഴിക്കാമോ എന്നുള്ള ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത ആ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഗ്ലൈസീമിക് ലോഡും ഗ്ലൈസീമിക് ഇൻഡെക്സും നോക്കുക. അതേപോലെ തന്നെ സാധാരണമായിട്ട് സ്റ്റാർച്ച് റിച്ച് ആണെങ്കിൽ പൊട്ടാറ്റോ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഷുഗറും അതേപോലെ അമിതമായ വണ്ണവുമെല്ലാം ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കുക. പക്ഷേ അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ സ്റ്റാർച്ച് റിച്ച് ആയിട്ടുള്ള ഫുഡെല്ലാം വരുന്നുണ്ട്. ഓട്സ് ഉണ്ട്, അതുപോലെ തന്നെ പീസ് ഉണ്ട്, കോണുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ചി ഫുഡ് കഴിക്കരുത് എന്നില്ല. പക്ഷെ ഷുഗറും അതുപോലെ തന്നെ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അവധാനതയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. And the second, after the sugar, the second type of sugar that we can say is the starch. So there are many food items which are rich in starch. Especially then a question will be asked, okay, you are saying starchy foods can be consumed. Then what about potato? Potato also can be consumed, but try to be in your dietary limits. Try to see how much calories you need. And plan your diet, especially if you are having diabetes or any associated disease conditions or overweight. Then try to balance your diet in accordance with the dietary intake suggested by the doctor or the dietitian whom you are consulting. This is very important. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു ഭക്ഷണത്തിൽ ഒരു സാധനം ഒഴിവാക്കുക എന്നതല്ല അതിനുള്ള മറുപടി. എന്ത് സാധനമാണെങ്കിലും ശരി, അത്ര ആരോഗ്യകരമല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് അല്പമെല്ലാം കഴിക്കാം. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള അളവുകോലുണ്ട്. ഈ അളവുകോലുകൾ നിങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട്, അതുമല്ലെങ്കിൽ ഡയറ്റീഷ്യനോട്, നാച്ചുറോപ്പതി ഡോക്ടറോട് എല്ലാം നിങ്ങൾ സംസാരിച്ച് ഉറപ്പ് വരുത്തി അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണം പ്ലാൻ ചെയ്യുക. കാരണം ഭക്ഷണം മരുന്നാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഹിപ്പോക്രറ്റസ് തന്നെ അല്ലേ പറഞ്ഞത്, ഭക്ഷണം മരുന്നാണ്. ഇന്ന് പലരും മരുന്ന് ഭക്ഷണമായിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ തരം കാർബോഹൈഡ്രേറ്റ് ഫൈബറാണ്. നമുക്ക് അത് ഇപ്പോൾ എല്ലാ ആരോഗ്യ ക്ലാസ്സുകളിലും ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഫൈബർ. എന്താണ് ഫൈബർ? ഈ ഫൈബറിൻ്റെ ഗുണം എന്താണ്? ഫൈബർ യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഇത് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല, നാരുകൾ. പിന്നെ എന്താണ് ഫൈബറിൻ്റെ റോൾ? ഫൈബർ നമ്മളുടെ ഉദരഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെയുള്ള നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഇത് സഹായകമാകുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉദരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എല്ലാം ഫൈബർ വളരെ ഉത്തമമാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരുകൾ ധാരാളമുള്ള ഭക്ഷണം വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അത് നമുക്കറിയാം, പച്ചക്കറികളിൽ, പഴവർഗ്ഗങ്ങളിൽ, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ നാരുകളുണ്ട്. അപ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, നാരുകളെ യഥാർത്ഥത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഫൈബർ കണ്ടന്റ് കൂടുന്തോറും അത് ഭക്ഷണത്തിൽ അത് കൂടുതലുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാനായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം നന്നായിട്ട് കഴിച്ചാൽ തന്നെ ഫൈബർ റിച്ച് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ദ തേർഡ് കാറ്റഗറി ഓഫ് ദ ഷുഗർ ഈസ് ഫൈബർ, carbohydrate is fiber, and as you know, fiber is having a very big role in maintenance of our abdominal health, and also it is anti-cancerous and it is an antioxidant. So you should consume food items which are having high fiber content. What all are the food items which are having high fiber content? Especially legumes, lentils, then you can also have vegetables and also fruits. But don't take fruits in the juice forms. Juice forms, if you take, then the fiber content is lost. So try to consume fresh fruits as they are, as it is. This is also very important. And the നാലാമത്തെ തരം ഒലിഗോസാക്കറൈഡ് എന്ന് പറയും. ഇത് യഥാർത്ഥത്തിൽ ഷുഗർ എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റിനും അതുപോലെ തന്നെ രണ്ടാമത്തെ തരം ഏതാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റാർച്ച്. ഈ ഷുഗറിനും സ്റ്റാർച്ചിനും ഇടയ്ക്കുള്ള തന്മാത്രകളാണ് ഈ പറഞ്ഞ ഒലിഗോസാക്കറൈഡ്സ്. എന്താണ്? ഇവയിൽ 3 മുതൽ 10 വരെ പഞ്ചസാരയുടെ കണികകളാണ് ഉണ്ടാകുന്നത്. ഷുഗർ മോളിക്യൂൾസ് ആണ് ഇതിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ പക്ഷേ ഈ ഒലിഗോസാക്കറൈഡ്സിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ശരീരത്തിലെ
നമ്മളുടെ വൈറ്റമിൻ ബിയുടെ പ്രൊഡക്ഷൻ കൂട്ടാനും, അതുപോലെ ഇവയെ പ്രീബയോട്ടിക്സ് എന്നാണ് പറയുക. നമ്മളുടെ ഉദരത്തിലുള്ള പല ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകൾ, നമുക്ക് എവർക്കും അറിയാം ഗട്ട് മൈക്രോബ്സ്, അതുമല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയ. ഈ ബാക്ടീരിയകളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും അവയുടെ ആരോഗ്യത്തിനും എല്ലാം ഈ പറഞ്ഞ ഒലിഗോസാക്കറൈഡ്സ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒലിഗോസാക്കറൈഡ്സ് കൂടുതലായിട്ടുള്ളത് ഉള്ളി, അതേപോലെ തന്നെ ഗാർലിക്, ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ഒലിഗോസാക്കറൈഡ്സ് നന്നായിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള പച്ചക്കറികളിലും എല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഒലിഗോസാക്കറൈഡ്സും നമ്മൾ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് എന്താണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്? കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമല്ല. നമ്മൾ ഒരിക്കലും എക്സ്ക്ലൂഷന് വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, എന്തിനേയും പുറത്താക്കാനല്ല, എല്ലാം ഉൾപ്പെടുത്തി സമതുലിതമായ ഹോളിസ്റ്റിക്കായ അപ്രോച്ചോട് കൂടിയ ഒരു ആരോഗ്യശീലം, ഒരു ആഹാരശീലം ഇതുണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ദ ഫോർത്ത് കാറ്റഗറി വിച്ച് വി ആർ ഡിസ്കസിങ് ഈസ് ദ ഒലിഗോസാക്കറൈഡ്സ്. Oligosaccharides stand in between the sugar as well as the starch. Its composition, it is composed of 3 to 10 sugar molecules. Okay, and oligosaccharides are supposed to be prebiotics, like they influence the growth of gut bacteria, the microbes in our gut, and it is very good to improve the gut health. So it also should be consumed in plenty, and the rich content we can see in onions, as well as also we can see these oligosaccharides in garlic, and there are many other vegetables which is plenty in oligosaccharides. So what we should keep in mind is that we should never exclude carbohydrates from our diet, but try to include a balanced composition of fat, protein and carbohydrate. Don't exclude anything, don't over include anything. This should be the rule that we keep when we think about diet. ഇപ്പോൾ എല്ലാവർക്കും ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിനെ കുറിച്ചുള്ള നാജ, ഗുഡ് ഈവനിങ്. കുറേ പേര് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംശയം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് കഴിക്കാമോ, അതുമല്ലെങ്കിൽ അന്നത്തിൽ അന്നജമാകാമോ? അന്നജം ഒരിക്കലും ഒരു വില്ലനല്ല, ഒരിക്കലും ഒരു നമ്മളാണ് ഈ അന്നജത്തിനെ വില്ലനാക്കുന്നത്, അല്ലേ? അമിതമായിട്ടുള്ള പഞ്ചസാരകളും ഇതിൻ്റെ ദ്രാവകങ്ങളും എല്ലാം ആക്കി നമ്മളാണ് ഈ അന്നജത്തിനെ ഭീഷണി ഉയർത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാക്കി മാറ്റുന്നത്. അല്ലാതെ അന്നജം പാവമാണ്, മനുഷ്യനാണ് അന്നജത്തിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ആരോഗ്യകരമായ രീതിയിൽ നിങ്ങളുടെ ഡയറ്ററി ഇൻടേക്ക് എത്രയാണ് എന്നത് കണക്കാക്കി അതിനനുസരിച്ച് ദിവസേന കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായോ കുറവായോ നമ്മളുടെ മാക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളെ കഴിയുന്നതും എല്ലാം സമതുലിതമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരോഗ്യശീലം, ഒരു ആഹാരശീലം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ആരോഗ്യ പ്രഭാഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനിയും കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫാറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു, ഇതുപോലെ പല ആരോഗ്യ വിഷയങ്ങളും ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വരുന്ന 1-2 ദിവസങ്ങളിൽ ഈ ഭക്ഷണത്തിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരികെ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ ആഹാരത്തിനെ കുറിച്ചുള്ള ഈ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ, അതോടൊപ്പം ഈ മെഡിറ്റേഷനും പിന്നീട് നമ്മൾ പരിശീലിക്കാൻ പോകുന്ന യോഗയും എല്ലാം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആഹാരത്തിലെ പ്രധാന ഘടകങ്ങളെ ഓരോ ദിവസവും എടുത്ത് ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ നാളെ ഇതേപോലെ തന്നെ പ്രോട്ടീൻസിനെ കുറിച്ച് ചർച്ച ചെയ്യും, പിന്നീട് വൈറ്റമിൻസ്, മിനറൽസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. So let us wind up the talk on carbohydrates now, and let us go to meditation. There is one reason that I am discussing these diet-related topics now. Once the lockdown is finished, if the people who are watching it, they get a proper grasp of how diet should be controlled, how diet should be planned. It can help them to lead a healthy life when they combine these dietary techniques with the yoga and meditation techniques that we teach in each sessions. Okay, now let us go for the meditation. എല്ലാവരും മെഡിറ്റേഷന് വേണ്ടി, ധ്യാനത്തിന് വേണ്ടി തയ്യാറെടുക്കുക. Switch off your mobiles or keep them in silent mode. Switch off TV
and other electronic gadgets if they are working near to you. മൊബൈൽ ഫോണുകൾ സൈലൻറ്റിലാക്കുക. അടുത്തുള്ള ഉപകരണങ്ങൾ, ശബ്ദമുണ്ടാക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങളുണ്ടെങ്കിൽ അവയും സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കുക. Now get ready for the pranayamas and meditations. Keep straight, head straight, spine straight. Yes, Naja, Pragati, good evening. Keep one palm over the other palm. Sit straight. Now observe your breathing. മനസ്സിൽ ശ്വസനത്തിനെ നോക്കിക്കാണുക. Visualize the breathing in your mind. Let the breathing calm down. Keep a beautiful smile on your face. Now, let us go for the abdominal breathing. Keep the right palm over the abdomen, above the navel. The left palm over the left chest. Now, as you breathe in, visualize the abdominal wall coming up. As you breathe out, it is slowly coming down. Let us start. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, keep both the palms over the chest. Now, as you inhale, feel the chest expanding and the lungs expanding as a result. And when you breathe out, feel the chest contracting and the lungs also contracting. Let us start. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, keep the palms over the shoulders. കൈപ്പത്തികൾ തോൾഭാഗത്ത് പ്രതിഷ്ഠിക്കുക. ശ്വസനത്തിനനുസരിച്ച് തോളലുകൾ മുകളിലേക്ക് ഉയരുന്നതും അതിനനുസൃതമായി ശ്വാസകോശങ്ങളുടെ മകുടഭാഗങ്ങളും മുകളിലേക്ക് വരുന്നതും, ശ്വാസം പുറത്തേക്ക് വിടവേ തോളലുകൾ താഴേക്ക് വരുന്നതും അതിനനുസൃതമായി
ശ്വാസകോശങ്ങളുടെ മകുടങ്ങളും താഴേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. As you breathe in, feel the shoulder blades moving up. As you breathe out, they are coming down, and the apex of your lungs also moving up and down with the breathing. Let us start. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, slowly, palms down. Keep one palm over the other palm. ഒരു കൈപ്പത്തിക്ക് മുകളിലായി മറു കൈപ്പത്തി പ്രദക്ഷിച്ച്. Let us go for the full yogic breathing. പൂർണ്ണ യോഗിക ശ്വസനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കവേ ഉദരവും നെഞ്ചും തോൾഭാഗവും വികസിക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുവേ അവയെല്ലാം ചുരുങ്ങുന്നതും അനുഭവിച്ചറിയുക. Visualize the combination of abdominal, chest and thoracic and the shoulder changes that is happening while you inhale and exhale. Let us start. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Bring the breathing back to normal stage. സാധാരണ സ്ഥിതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. നാം ഇതുവരെ ചെയ്ത പൂർണ്ണ യോഗിക ശ്വസനം ശരീരത്തിനും മനസ്സിനും പ്രദാനം ചെയ്തിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Feel the beautiful changes all over the body and mind following the full yogic breathing. The mind is relaxed, body is relaxed. Keep a beautiful smile on your face. You can feel your breathing rate calming down. The heart functions getting relaxed. ശ്വസനഗതി ശാന്തമാകുന്നതും ഹൃദയമിടിപ്പ് ശാന്തമാകുന്നതും അനുഭവിച്ചറിയുക. Now, let us go for the step ladder breathing. First, inhalation in the step ladder fashion, then exhalation in step ladder manner, and finally inhalation and exhalation both in step ladder manner. Okay, step ladder breathing ന് വേണ്ടി തയ്യാറെടുക്കുക. Head straight, spine straight, one palm over the other palm. Now the step ladder breathing. Inhalation in step ladder pattern. In, hold, in, hold, in, hold,
in, hold, exhale, in, hold, in, hold, in, hold, in, hold, exhale, in, hold, in, hold, in, hold, in, hold, exhale, in, hold, in, hold, in, hold, in, hold, exhale, in, hold, in, hold, in, hold, in, hold, exhale, in, hold, in, hold, in, hold, in, hold, exhale, in, hold, in, hold, in, hold, in, hold, exhale. Now, bring the breathing back to normal stage. Visualize the changes happening to both body and mind following inhalation in step ladder manner. സ്റ്റെപ്പ് ലാഡ് ഇൻഹലേഷനെ തുടർന്ന് മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. And if anyone is new to this class today, let me know. They can just say yes. If anyone is new, others continue the meditation. Anyone is new, they can just type yes so that I can give you instructions how to do the further steps. Now, let us go for the next practice, that is exhalation in step ladder manner. ശ്വാസം പുറത്തേക്ക് വിടുന്നത് സ്റ്റെപ്പ് ലാഡർ പാറ്റേണിൽ. ഇൻഹലേഷൻ ഇൻ നോർമൽ സ്റ്റേജ്, സാധാരണമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ലെറ്റ് us start. Inhale, hold, yes, hold, yes, hold, yes, hold. Inhale, yes, hold, yes, hold, yes, hold, yes, hold. Inhale, yes, hold, yes, hold, yes, hold, yes, hold. Inhale, yes, hold, yes, hold, yes, hold, yes, hold. Inhale, yes, hold, yes, hold, yes, hold, yes, hold. Inhale, yes, hold, yes, hold, yes, hold, yes, hold. Inhale, yes, hold, yes, hold, yes, hold, yes, hold, yes, hold. Stop the breathing. Bring the breathing back to normal stage. ശ്വസനം സാധാരണഗതിയിലാക്കി
നാം ചെയ്ത സ്റ്റെപ്പ് ലാഡർ എക്സലേഷൻ മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വീക്ഷിക്കുക. ഫീൽ ദ ബ്യൂട്ടിഫുൾ ചേഞ്ചസ് all over the body and mind. Keep your facial muscles relaxed. Keep a beautiful smile on your face. Smile to yourself. Now we will go for the combination of step ladder inhalation and exhalation. Let us start. In, hold, in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold, in, hold, in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold, in, hold, in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold, in, hold, in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold, in, hold, in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold. Bring the breathing back to normal stage. സാധാരണ രീതിയിൽ ശ്വസിക്കുക. മനസ്സും ശരീരവും കൂടുതൽ സുഖകരമായ വിശ്രമാവസ്ഥയെ പുൽകുന്നത് അനുഭവിച്ചറിയുക. Feel the beautiful relaxation all over the body and mind. Slowly, all of you open your eyes. കണ്ണുകൾ തുറക്കുക. So now we are going to learn a new technique. നമ്മൾ ഇനി ഒരു പുതിയ അഭ്യാസം പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ സ്റ്റെപ്പ് ലാഡർ ബ്രീത്തിങ് ചെയ്തു അല്ലേ? ഇത് എന്തിനു വേണ്ടിയാണ് ശ്വസനത്തിനെ ഈ രീതിയിൽ പല രീതിയിൽ നിയന്ത്രിക്കുന്നത്? ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കിപ്പോഴല്ല വ്യക്തമാവുക. ഒരു കുറച്ചുകൂടി ഒരു 3-4 ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ ഈ കാര്യം ആ സമയത്ത് ഞാൻ എടുത്തു പറയാം. എന്തുകൊണ്ട് ഈ ടെക്നിക്സ് നിങ്ങളെ ചെയ്യിച്ചു എന്നുള്ളതിന് ഉള്ള കാരണം. ഓക്കെ, സോ now you may be thinking that there are so many ways. Breathing can be done in one way, right? Why to breathe it in step ladder pattern and why to produce these sounds? Now I'm not going to give the reasons. After 3 or 4 sessions, maybe the next week, half, I will give you the answer why this is done. Now, in the next set of practices, we are going to learn how to equalize the breathing. Equalize the breathing in the sense, now we are breathing as we like, right? Like we are breathing in, breathing out, and we don't have any count. നമ്മളിപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കൗണ്ടൊന്നുമില്ല. തോന്നിയ പോലെ ശ്വസിക്കുന്നു, തോന്നിയ പോലെ ഉച്ഛ്വസിക്കുന്നു. വി ആർ ബ്രീത്തിങ് ഇൻ ആസ് വി ലൈക്ക്, ബ്രീത്തിങ് ഔട്ട് ആസ് വി ലൈക്ക്. ബട്ട് നൗ വി ആർ ഗോയിങ് ടു പുട്ട് എ ലിമിറ്റ് ടു ബോത്ത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഇൻ അനദർ വേ. We are going to equalize these two breathings, that is breathing in, that is inhalation, and exhalation. These both are going to be equalized.
For this, first we will do the abdominal breathing in equalizing way. For this, keep the right palm over the abdomen, the left palm over the chest. വലത് കൈ ഉദരഭാഗത്ത് തന്നെ വയ്ക്കുന്നു, ഇടത് കൈ നെഞ്ചിൻ്റെ മുകളിലും വെച്ച്. ഇനി ഇതിൻ്റെ the command will be in, 2, 3, 4. But here it is not in, hold, it is not that way. You have to break the breathing, but you don't have to hold the breath in between the steps of inhalation. Like in, it should be a smooth flow, but just a small break. Don't hold the breath. In, 2, 3, 4. The other breathing was in, hold, but here it will be in, 2, 3, 4. Yes, 2, 3, 4. Hope you have understood. If any doubts, you can call me after the session is finished, and you can call me tomorrow or today evening. No issues. Okay, let us try to do it now. And keep the right palm over the abdomen and the left palm over the chest. Now, let us try to equalize both inhalation and exhalations. That is to the count of 4. We are going to equalize inhalation to the count of 4 and exhalation to the count of 4. Okay? In, 2, 3, 4. Yes, 2, 3, 4. 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 Now slowly keep the palms down, one palm over the other palm on your laps. Feel the beautiful changes all over the body and mind following the abdominal breathing, equalization. നാം ചെയ്ത ഉദരശ്വസനം, ശ്വസനത്തെയും ഉച്ഛ്വാസത്തെയും സമതുലിതമാക്കിയ അഭ്യാസം മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. Now, let us go for the full yogic breathing in the equalization mode. ഇതേ രീതിയിൽ നമുക്ക് ഫുൾ യോഗിക് ബ്രീത്തിങ് ഒന്ന് ചെയ്തു നോക്കാം. കൈകൾ ഇതേ രീതിയിൽ തന്നെ തുടരട്ടെ. ഒരു കൈപ്പത്തിക്ക് മുകളിലായി മറു കൈപ്പത്തി വെച്ച്. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉദരം, നെഞ്ച്, തോൾഭാഗം എന്നിവയുടെ ചലനങ്ങൾ ആകെ തന്നെ മനസ്സിൽ വീക്ഷിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവ താഴേക്ക് വരുന്നതും ചുരുങ്ങുന്നതും അനുഭവിച്ചറിയുക. Now let us go for the full yogic breathing in equalization mode. Try to visualize the changes happening to the abdomen, the chest and the shoulders when you breathe in, and when you breathe out, feel the contraction of the body parts. Let us start. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4.
In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the breathing back to normal stage. സാധാരണ സ്ഥിതിയിലേക്ക് ശ്വസനം തിരികെ കൊണ്ടുവരിക. മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Feel the beautiful wave of relaxation flowing throughout the body parts. The mind is calmed down. The body is relaxed. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Now, let us do the inhalation followed by sound vibrations. In this abdominal breathing, the exhalation will be with agara. In the chest breathing, the exhalation will be with ukara, and in the shoulder breathing, the exhalation will be with makara, and in the full yogic breathing, the exhalation will be a combination of a, u, Enjoy the vibrations all over the body and mind as you go on with the practice. Let us start the abdominal breathing with agara, that is while inhaling, feel the abdominal muscles coming up. But instead of exhalation, instead of breathing out, make a sound ah. Let us start now. Inhale. ഉദരം ഉയർന്നു വരുന്നു. Inhale. The abdomen is coming up. Inhale. Now the chest breathing, keep both the palms over the chest. The exhalation will be with ukara. Inhale. Inhale. Now keep both the palms over the shoulder region. As you breathe in, the shoulders are coming up. But instead of breathing out, make the sound makara. Inhale.
Inhale. Inhale. Now go for the full yogic breathing with a combination of A, U, while exhalation. പൂർണ്ണ യോഗിക ശ്വസനം. ഒരു കൈപ്പത്തി മറു കൈപ്പത്തിക്ക് മുകളിൽ വയ്ക്കുക. വൺ പാം ഔട്ട് ദ പാം. ലെറ്റ് us start. Inhale. മെല്ലെ അഭ്യാസം അവസാനിപ്പിക്കുക. ഫിനിഷ് ദ പ്രാക്ടീസ്. ഫീൽ ദ ബ്യൂട്ടിഫുൾ വൈബ്രേഷൻ all over the body and mind, the vibrations of the sound in each and every cell of your body. ശരീരത്തിലെ ഓരോ കോശങ്ങളും. In your mind, feel the vibration. മനസ്സിലും ശരീരത്തിലും മുഴങ്ങുന്ന ശബ്ദവീചികൾ മാത്രം. Only the sound, the vibration of the sound. Keep a beautiful smile on your face. Enjoy the sense of silence. മനസ്സിലും ശരീരത്തിലും നിറയുന്ന നിശബ്ദത അനുഭവിച്ചറിയുക. അഗാധമായ നിശബ്ദത. The deep silence. Now, repeat the command which I instruct in your mind. Do not open your mouth. Just repeat the command to yourself, to your mind. I am completely healthy. I am filled with confidence. I am completely healthy.
I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. മനസ്സിനോട് തന്നെ ഈ വരികൾ മന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുക. റിപ്പീറ്റ് ടു യുവർസെൽഫ്. റിപ്പീറ്റ്, റിപ്പീറ്റ്, റിപ്പീറ്റ്. Let the commands resonate in your mind. Let them vibrate in your mind. Now, absorb this health and confidence into the deepest core of your mind and heart. ഈ ഒരു ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഗാധ തലങ്ങളിലേക്ക് സ്വാംശീകരിക്കുക, സ്വായത്തമാക്കുക. You are completely confident and filled with health and happiness. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരിക്കുന്നു. ഈ ഒരു ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും ശരീരത്തിലും മനസ്സിലും നിലനിർത്തിക്കൊണ്ട് കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുക. Let this confidence and health get absorbed into the deepest core of your mind and heart. Slowly, very slowly, open up your eyes. Now, slowly rub the palms together. രണ്ട് കൈകളും ശരിക്ക് കൂട്ടിത്തിരുമുക. Let them be warm. ഇത് നല്ല ഇളം ചൂട് ഈ കൈകൾക്ക് വരട്ടെ. Then apply this warm all around the eyes. കണ്ണുകൾക്ക് ചുറ്റുമായിട്ട് ഈ ഒരു ഇളം ചൂട് പകർന്നു കൊടുക്കുക. 3 times. This is called palming. Just to relax your eye muscles. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇക്വലൈസേഷൻ, ഹൗ ബ്രത്ത് ഇക്വലൈസേഷൻ ഹാസ് ടു ബി ഡൺ, അല്ലേ? ഹൗ ടു ഡു ബ്രത്ത് ഇക്വലൈസേഷൻ. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, ലൈക്ക് all of you please do comment yes or no. I don't need a very detailed answer. Just how many of you could do the equalization practice, that is we try to equalize inhalation and exhalation while doing abdominal breathing and in yogic breathing. How many of you could do it in the right manner? How many of you are confident that you have done it in the right manner? Please do reply yes or no. That's enough, and rest of the things I will discuss in the next session. I will give you half a minute. അര മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്നെടുത്ത പുതിയ ടെക്നിക്ക് ചെയ്യാൻ സാധിച്ചു നന്നായിട്ടെന്നുള്ളത് യെസ് ഓർ നോ? Gayatri B. Okay, she has replied yes. And what about other friends? Yeah. Meera Ishwaran. Okay, yes, good. Not was not stable. Net was not stable. Samir. Okay, anyway, it will be there in my FB as well as it will be uploaded on YouTube the next day itself. So don't worry. You can watch it again and try to do the practice. Ranjit, you could do it. Okay, yes. A.R. Sandosh, yes. Lakshmi, yes. Shamir, yes. Raghubi Narayan, yes. Good. So almost all of you could do. And if anyone couldn't do not worry at all. Okay, in yoga, yes. Okay, confident. Yes, Jidesh. Okay, Abhishrama, Guragain. Okay, good. Everyone has done it right. Anyway, one or two may have done some mistakes, but it's okay. And you could have understood it, right? Like, okay, I have not done it right. If any
such feeling, or you feel that you have done it not in the right manner or done it wrongly, please do watch this video once again from start to finish of this meditation. And also you can call me tomorrow between 10 and 5 if you are having any doubts regarding the practice or any health topics that we discussed and the issues that we discussed. Anything you can call me, do not worry. നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എന്ത് സംശയങ്ങൾ തീർക്കാനാണെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നതറിഞ്ഞതിൽ സന്തോഷം. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു കുഡ് ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് മാനർ ആൻഡ് യു ആർ ഫോളോയിങ് ദ സെഷൻസ് ഇൻ ദ റൈറ്റ് മാനർ. Thank you. Thanks a lot. And always I remind in the last part, please do go to my YouTube channel and subscribe to it, and also like my page, Dr. Dinesh Katta. Thank you. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. Samir, thank you. Okay, Lakshmi, thank you. Okay, Gayatri, thanks. And a big thank you to all. See you tomorrow. Bye.